എങ്ങനെ നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും ഇത്തേറിയം ആണ് എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഡിജിറ്റൽ അസറ്റുകൾ ഉപയോഗിച്ചിട്ട് ഇതൊരു കൊലാട്രലായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ ബോറോ ചെയ്യാം, ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ ലോൺ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുന്ന അസറ്റ് ക്ലാസ്സുകൾ, അതിപ്പോൾ ബിറ്റ്കോയിൻ ആണ് എന്നുണ്ടെങ്കിലും ക്രിപ്റ്റോ ആണ് എന്നുണ്ടെങ്കിലും ഗോൾഡ് ആണെന്നുണ്ടെങ്കിലും പ്രോപ്പർട്ടി ആണ് എന്നുണ്ടെങ്കിലും ഇതെല്ലാം ലോങ് ടേമിൽ ഇതിൻ്റെ മൂല്യം മുകളിലോട്ട് തന്നെ പോകുന്ന ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സുകളാണ് അല്ലേ. അപ്പോൾ ഇതെല്ലാം ഒറ്റ സമയം കൊണ്ട് മുഴുവൻ വിറ്റിട്ട് അതിനേക്കാളും റിട്ടേൺ കുറവുള്ള കാര്യങ്ങളിലോട്ട് സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റ് ആവുന്ന ബാക്കിയുള്ള അസറ്റിലോട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നല്ല ഒരു ഫൈനാൻഷ്യൽ ഡിസിഷൻ അല്ല. പകരം നമ്മൾ ഇത്തരത്തിലുള്ള ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടാവുന്ന അസറ്റുകൾ മാക്സിമം ഹോൾഡ് ചെയ്യാനും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാനുമാണ് ശ്രമിക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഇത്തരത്തിൽ വാല്യൂ മുകളിലോട്ട് പോകുന്ന ഒരു അസറ്റ് വിൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഭാവിയിൽ നമ്മളത് ഹോൾഡ് ചെയ്താൽ കിട്ടിയേക്കാവുന്ന പൊട്ടൻഷ്യൽ ഗെയിൻ നമുക്കവിടെ മിസ്സായി പോവുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇതിനാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ടൊരു എക്സാമ്പിളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ ഒരു ബിറ്റ് കോയിൻ്റെ പ്രൈസ് $50,000 ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. $50,000 ഇല്ല, പക്ഷേ ലെറ്റ്സ് കൺസിഡർ $50,000. ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് $1,00,000 അടുത്തെത്തി നിൽക്കുന്നുണ്ട്. 1,00,000 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വർഷത്തിൻ്റെ ബിഗിനിങ്ങിൽ ഇമാജിൻ നിങ്ങളുടെ കയ്യിലൊരു ബിറ്റ് കോയിൻ ഉണ്ടായിരുന്നു. ആ ഒരു ബിറ്റ് കോയിൻ $50,000 നിങ്ങൾ വിൽക്കുകയും അതിന് പകരം ആ ഒരു പൈസ കൊടുത്തിട്ട് നിങ്ങളൊരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. $50,000 കൊടുത്തിട്ട് ഒരു കാറ് വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. പക്ഷേ ഇപ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് $1,00,000 ആയപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ ആ ഒരു ബിറ്റ് കോയിൻ, നിങ്ങളുടെ കയ്യിലുള്ള ആ ഒരു അസറ്റ് നിങ്ങൾ ഹോൾഡ് ചെയ്തിരുന്നു എങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന $50,000 ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു പൊട്ടൻഷ്യൽ ഗെയിൻ നിങ്ങൾക്ക് അവിടെ മിസ്സാവുകയാണ് ചെയ്തത് അല്ലേ. ഇതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കൂടെ നിങ്ങൾ ഈ ഒരു $50,000 കൊടുത്ത് കാറ് വാങ്ങിച്ചപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ അപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റ് വിറ്റിട്ട് ഡിപ്രീഷിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു അസറ്റാണ് വാങ്ങിച്ചത് അല്ലേ. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു കാറ് ഒരു അസറ്റാണ്, ഡിപ്രീഷിയേറ്റിംഗ് ആണ് എന്നുണ്ടെങ്കിലും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമ്മളത് മോണിറ്ററി അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഒരു കാർ എന്ന് പറയുന്നത് ഡിപ്രീഷിയേറ്റിംഗ് ആണ്. ഓൺ ആവറേജ് ഇപ്പോൾ എല്ലാ കാറുകളും ഇയർലി ഡിപ്രീഷിയേഷൻ എന്ന് പറയുന്നത് 20% ഒക്കെ മിനിമം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ 20% ഡിപ്രീഷിയേഷൻ കണക്കിലെടുത്താലും ഈ ഒരു വർഷത്തിൻ്റെ ഫസ്റ്റത്തെ വർഷത്തിലത്തെ ഡിപ്രീഷിയേഷൻ എന്ന് പറയുന്നത് തന്നെ $10,000 ആയി അല്ലേ. അതായത് $50,000 വാങ്ങിച്ചൊരു കാറിൻ്റെ വാല്യൂ ഒരു വർഷം കഴിയുമ്പോഴേക്കും $40,000 കുറയുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യാത്തത് കാരണം കൊണ്ട് മിസ്സായി പോയ ഈ ഒരു $50,000 ഈ ഒരു കാറ് വാങ്ങിച്ചതിലൂടെ ഉണ്ടായിട്ടുള്ള ഈ ഒരു $10,000 ഡിപ്രീഷിയേഷനും ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൈനാൻഷ്യൽ ഡിസിഷനിലൂടെ നിങ്ങൾക്കുണ്ടായ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് $60,000 ആണ് അല്ലേ. സോ നമ്മൾ ലൈഫിൽ ഇതേപോലെ പല ഫൈനാൻഷ്യൽ ഡിസിഷനും ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ഒരു ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുന്നതിന് പകരം വേറൊരു ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്തത് കാരണം കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന മോണിറ്ററി ലോസ് എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഇത്തരത്തിലുള്ള അസറ്റുകൾ നമുക്ക് ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അസറ്റുകൾ മാക്സിമം ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കുക, പറ്റുമെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്, കംപ്ലീറ്റ് ആയിട്ട് വിൽക്കുന്നതിന് പകരം. അതാണ് പോയിന്റ് അല്ലേ. സോ എങ്ങനെ നമുക്ക് ബിറ്റ് കോയിൻ അല്ലെങ്കിൽ മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ കൊലാട്രലായിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് പല രീതിയിലും പറ്റും. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകൾ, ബൈനാൻസ്, ബൈബിറ്റ് പോലുള്ള എക്സ്ചേഞ്ചുകളിലൂടെ നമുക്ക് ഈ ക്രിപ്റ്റോ കറൻസി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന ക്രിപ്റ്റോ കറൻസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും. നമുക്ക് സ്റ്റേബിൾ കോയിൻസിലൂടെ ബോറോ ചെയ്യാൻ പറ്റും. ക്രിപ്റ്റോ കറൻസികൾ ഇപ്പോൾ നിലവിൽ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ചേഞ്ചുകളാണ്. പക്ഷേ സ്റ്റിൽ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകളിലൂടെ നമുക്ക് ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് പല DeFi പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്. ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള DeFi പ്ലാറ്റ്ഫോംസുകൾ അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസികൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സർട്ടൻ പെർസെൻറ്റേജ് നമുക്ക് ബോറോ ചെയ്യാനും പറ്റും.
ഇതേപോലെ തന്നെ പല ബാങ്കുകളും ഇപ്പോൾ പല രാജ്യങ്ങളിലും നമ്മുടെ ബിറ്റ് കോയിൻ അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ അവർ കൊലാട്രലായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ US പോലുള്ള രാജ്യങ്ങളിലും എല്ലാം. ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇത് ഭാവിയിൽ വരികയായിരിക്കും, പക്ഷേ ഇപ്പോൾ നിലവിൽ അവൈലബിൾ അല്ല. ഈവൻ US എന്നുണ്ടെങ്കിലും റീറ്റെയിൽ ആളുകൾക്കൊന്നും സാധാരണക്കാർക്കൊന്നും അവൈലബിൾ ആയി, ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവലിലൊക്കെ അവൈലബിൾ ആണ്. സോ ഒരു റീറ്റെയിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളിലൂടെ നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ DeFi പ്ലാറ്റ്ഫോംസുകളിലൂടെയും നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും. സോ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ബൈനാൻസിലൂടെ കൊലാട്രൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ലോൺ എടുക്കാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. സോ ബൈനാൻസിൽ നമ്മൾ ഹോം പേജിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മോർ എന്നുള്ള ഓപ്ഷനിൽ ലോൺസ് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഗെറ്റ് ആൻ ഇൻസ്റ്റൻറ്റ് ലോൺ സെക്യൂർഡ് ബൈ ക്രിപ്റ്റോ അസറ്റ്സ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു പേജ് വരും. അതിൽ ഫ്ലെക്സിബിൾ ലോൺ, VIP ലോൺ, ഫിക്സഡ് റേറ്റ് ലോൺ എന്നൊക്കെ കാണാൻ സാധിക്കും. സോ നിങ്ങളിവിടെ ബോറോ ക്ലിക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അസറ്റാണ് നിങ്ങൾക്ക് കൊലാട്രലായിട്ട് കൊടുക്കേണ്ടത്, നിങ്ങളുടെ വാലറ്റിൽ ഏത് അസറ്റാണ് ഉള്ളത്, അത് നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതിന് തൊട്ട് താഴെ ഏതാണ് ബോറോ ചെയ്യേണ്ടത് എന്നുള്ളതും നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബിറ്റ് കോയിൻ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിറ്റ് കോയിൻ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു ബിറ്റ് കോയിൻ എന്ന് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഓട്ടോമാറ്റിക്കലി എല്ലാം ഇവിടെ ഫില്ലാകുന്നത് കാണാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ കൊലാട്രലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്താൽ നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പറ്റുന്നത് $72,092 അല്ലേ. $72,092 എന്ന് പറയുന്നത് എന്താണ്? 78% ഓഫ് ദ കൊലാട്രൽ വാല്യൂ ആണ്. ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ്റെ ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് $92,500 ആണ്. അതായത് $92,500 78% ആണ് 72,092 അല്ലേ. ഇതിനാണ് നമ്മൾ LTV, ലോൺ ടു വാല്യൂ റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഏതൊരു അസറ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്കതിന് ഫുൾ വാല്യൂ ഒരിക്കലും ലോൺ കിട്ടില്ല അല്ലേ. ഇപ്പോൾ ഗോൾഡ് നമ്മൾ പണയം വയ്ക്കാൻ പോകുന്ന സമയത്ത് ആ ഗോൾഡിൻ്റെ മുഴുവൻ മാർക്കറ്റ് വാല്യൂ നമുക്ക് ലോണായിട്ട് കിട്ടില്ല. അതിൻ്റെ ഒരു 80%, 85% ഒക്കെയാണ് നമുക്ക് ലോൺ കിട്ടുക. അതേപോലെ തന്നെയാണ് സ്ഥലമാണ് എന്നുണ്ടെങ്കിലും. അപ്പോൾ ഇതേപോലെ ക്രിപ്റ്റോയിലാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ക്രിപ്റ്റോ കറൻസിൻ്റെ മുഴുവൻ വാല്യൂ നമുക്ക് ലോൺ കിട്ടില്ല. കാരണം ഈ ഒരു ക്രിപ്റ്റോ കറൻസിൻ്റെ വാല്യൂ ഓരോ നിമിഷവും മാറിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളോട് താഴെ കാണാൻ സാധിക്കും 78% LTV, ഇനീഷ്യൽ LTV, മാർജിൻ കോൾ LTV, ലിക്വിഡേഷൻ LTV എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ നമ്മൾ ബോറോ ചെയ്യുന്ന ഈ ഒരു USDTക്ക് നമ്മൾ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രീഡ് എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ വാലറ്റിലുള്ള നമ്മുടെ കയ്യിലുള്ള കൊലാട്രൽ ബിറ്റ് കോയിൻ അവിടെ ഡെപ്പോസിറ്റ് ആവുകയും ഈ ഒരു ബോറോ ചെയ്തിട്ടുള്ള USD നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഈ ഒരു USDT നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഇനിയിപ്പോൾ വേറെ ബിറ്റ് കോയിൻ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കാം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത് ബോറോ ചെയ്യുന്നത്, അതുപോലെ കാർ വാങ്ങിക്കണം, ബൈക്ക് വാങ്ങിക്കണം, ഫോൺ വാങ്ങിക്കണം, അതിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു LTV, ലിക്വിഡേഷൻ LTV കാര്യങ്ങളുടെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. സോ LTV എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന കൊലാട്രലിൻ്റെ എത്ര % ആണ് നമുക്ക് ലോൺ കിട്ടുക. അപ്പോൾ $1,00,000 വർത്ത് ഓഫ് ബിറ്റ് കോയിൻ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലും 78% ആണ് നമുക്ക് ലോൺ കിട്ടുക എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് $78,000 ബോറോ ചെയ്യാൻ പറ്റും അല്ലേ. ഇനി മാർജിൻ കോൾ LTV എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള LTV % ആ % കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് LTV % എപ്പോഴാണ് കൂടുന്നത്? നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള കൊലാട്രലിൻ്റെ വാല്യൂ, മാർക്കറ്റ് വാല്യൂ കുറയുമ്പോഴാണ് ചെയ്യുന്നത് അല്ലേ. അത് $1,00,000 ഉള്ള ബിറ്റ് കോയിൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ $78,000 ബോറോ ചെയ്തപ്പോൾ 78% ആണ് LTV. ഇനി നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ബിറ്റ് കോയിൻ്റെ മാർക്കറ്റ് വാല്യൂ കുറയുകയാണ് എന്നുണ്ടെങ്കിലോ ഈ LTV % മുകളിലോട്ട് പോകും അല്ലേ. അതായത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് $91,000 താഴോട്ട് വരികയാണ്, $1,00,000 നിന്ന് താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ LTV % എത്രയായി? 85% ആയത്. അതായത് $78,000 എന്ന് പറയുന്നത് 85% ഓഫ് 91,764 ആണ്. അപ്പോൾ ഈ ഒരു പൊസിഷനിലോട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഈ ഒരു ലെവലിലോട്ട് വരുന്ന സമയത്ത് ബൈനാൻസ് നമ്മളെ വാൺ ചെയ്യും. അതായത് നമ്മൾ കുറച്ചും കൂടി കൊലാട്രൽ ടോപ്പപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷൻ ലിക്വിഡേറ്റ് ആയി പോകും എന്നുള്ളത് അല്ലേ. അല്ലെങ്കിൽ എന്താണ്, ബൈനാൻസ് നമുക്ക് കടം തന്ന ബൈനാൻസ് നഷ്ടത്തിലാവും അല്ലേ. അതാണ് മാർജിൻ കോൾ LTV എന്ന് പറയുന്നത്. ഇനി ലിക്വിഡേഷൻ LTV എന്താണ്? ബിറ്റ് കോയിൻ്റെ പ്രൈസ് വീണ്ടും താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ, നമ്മൾ കൊലാട്രലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ബിറ്റ് കോയിൻ്റെ വാല്യൂ വീണ്ടും താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ LTV % വീണ്ടും കൂടുകയും അത് 91% എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പൊസിഷൻ ലിക്വിഡേറ്റ് ആയി പോകും. അതായത് ബിറ്റ് കോയിൻ്റെ പ്രൈസ്
$85,000 എത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ LTV പെർസെൻറ്റേജ് എത്രയായി? 91% എത്തി അല്ലേ? അപ്പോൾ ബൈനാൻസ് $85,000 ബിറ്റ് കോയിനിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ഒരു ബിറ്റ് കോയിൻ മാർക്കറ്റിൽ സെല്ല് ചെയ്യുകയും അതിൽ നമുക്ക് ലോണ് തന്ന 78,000 അതിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതിലെന്തെങ്കിലും ചാർജും കാര്യങ്ങളും ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ അവർ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ $1,00,000 ഉള്ള സമയത്ത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തു, 78,000 നമ്മൾ ബോറോ ചെയ്തു, ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒരു $85,000 എത്തിയ സമയത്ത് പൊസിഷൻ ലിക്വിഡേറ്റ് ആയി എന്നുണ്ടെങ്കിൽ ലോൺ എടുത്ത എമൗണ്ടും ലിക്വിഡേറ്റ് ആയ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7,714 അല്ലേ? അപ്പോൾ ഈ 7,714 വേറെ എന്തെങ്കിലും ചാർജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള പൈസ നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇതാണ് ലോണിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ് നമ്മൾ എക്സ്ചേഞ്ചുകളിലൂടെ ലോൺ എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് DeFi പ്ലാറ്റ്ഫോംസിലൂടെ എങ്ങനെ ബോറോ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സോ DeFi പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ എന്താണ്? ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസുകളുണ്ട് അല്ലേ? ഇപ്പോൾ ഇതേറിയം പോലുള്ള ബ്ലോക്ക് ചെയിനുകൾ, ബൈനാൻസ് ചെയിൻ പോലുള്ള ബ്ലോക്ക് ചെയിനുകൾ, ഇത്തരത്തിലുള്ള ബ്ലോക്ക് ചെയിനിൽ ഒരുപാട് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസ് ഉണ്ട്. നമുക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ്, ഡെക്സുകൾ, അത്തരത്തിലുള്ള ഒരുപാട് പ്രോട്ടോകോൾസ്, ഡെറിവേറ്റീവ് ട്രേഡിങ്ങിനുള്ള പ്രോട്ടോകോൾസ് ഇതെല്ലാം ഉണ്ട്. സോ നമ്മളിവിടെ കാറ്റഗറൈസിൽ പോയി നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ DeFi പ്ലാറ്റ്ഫോംസിൻ്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇപ്പോൾ ലിക്വിഡ് സ്റ്റേക്കിങ്ങിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്, ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിന് ഏകദേശം $45 ബില്യൺ ലിക്വിഡിറ്റി ഏകദേശം 468ഓളം DeFi പ്ലാറ്റ്ഫോംസിൽ നമുക്ക് അവൈലബിൾ ആണ്. പ്രോട്ടോകോൾസ് ദാറ്റ് അലൗ യൂസേഴ്സ് ടു ബോറോ ആൻഡ് ലെൻഡ് അസറ്റ്. ഇപ്പോൾ ലെൻഡിങ് പ്ലാറ്റ്ഫോംസിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും പ്ലാറ്റ്ഫോമുകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ആവേ, ജസ്റ്റ് ലെൻഡ്, സ്പാർക്ക്, കോമ്പൗണ്ട്, മോർഫോ, കമീനോ, വീനസ് എന്ന കൊണ്ട് ഇതൊക്കെ ഓരോരോ DeFi പ്ലാറ്റ്ഫോമുകളാണ്. ഇപ്പോൾ ബേസിക്കലി ആവേ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആവേ എന്ന് പറയുന്നത് ഏറ്റവും വലിയ DeFi ലെൻഡിങ് പ്ലാറ്റ്ഫോമാണ്. ഏകദേശം 13 ബ്ലോക്ക് ചെയിനുകളിൽ ഈ ഒരു പ്ലാറ്റ്ഫോം അവൈലബിൾ ആണ്. സോ ആവേ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാങ്കാണ്. അതായത് ആർക്കും ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്രിപ്റ്റോ കറൻസികൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ബാങ്കിൽ എങ്ങനെയാണ്? ബാങ്കിൽ നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാം, നമുക്കതിന് ഇൻട്രസ്റ്റ് കിട്ടും. ആ പൈസ ബാങ്ക് എന്ത് ചെയ്യുന്നു? വേറെ ആളുകൾക്ക് ലോൺ കൊടുക്കുന്നു അല്ലേ? ഇതേ കാര്യം തന്നെയാണ് ആവേ പോലുള്ള DeFi പ്ലാറ്റ്ഫോമുകളും ചെയ്യുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. സ്മാർട്ട് കോൺട്രാക്റ്റ് വഴിയാണ് ഇത് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ഒരേ ഒരു ഡിഫറൻസ് മാത്രമുള്ളൂ. സോ ഞാൻ എൻ്റെ വാലറ്റിൽ ഇപ്പോൾ കുറച്ച് ഇത്തേറിയം ഉണ്ട്. ഈ ഒരു ഇത്തേറിയം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് ഞാനൊരു ഏകദേശം ഒരു $500 ലോൺ എടുക്കാൻ പോവുകയാണ്. സോ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. കാരണം ഇപ്പോൾ ഞാനിതൊരു റിയൽ ലൈഫ് കേസാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ എനിക്കൊരു ഫോൺ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ അനിയന് വേണ്ടിയിട്ട് ഒരു ഫോൺ ഞാൻ വാങ്ങിക്കുന്നുണ്ട്. ഗാലക്സി S23 ആണ് വാങ്ങിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എനിക്ക് 44,000 രൂപയുണ്ട്. 44,000 രൂപ എന്ന് പറയുമ്പോൾ $521 എനിക്ക് വേണം അല്ലേ? സോ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? എൻ്റെ കയ്യിലുള്ള ബിറ്റ് കോയിൻ അല്ലെങ്കിൽ ബാക്കിയുള്ള ക്രിപ്റ്റോ കറൻസികൾ, ഏതെങ്കിലും പ്രോഫിറ്റിലേക്കുള്ള ക്രിപ്റ്റോ കറൻസികൾ എനിക്ക് സെല്ല് ചെയ്തതിന് ശേഷം എനിക്ക് ഈ ഒരു ഫോണ് എനിക്ക് വാങ്ങിച്ചിട്ട് ഞാൻ അവന് കൊടുക്കാം. ഇനി അതല്ല, എനിക്കിപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ഒരു ബിഗിനിങ് ആയത് കാരണം കൊണ്ട് തന്നെ എനിക്കൊന്നും വിൽക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ വിൽക്കുന്നതിന് പകരം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ആർബിട്രം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആർബിട്രം ഞാൻ കൺവേർട്ട് ചെയ്തിട്ട് ഇത്തേറിയം ആക്കി മാറ്റിയതിന് ശേഷം ഇത്തേറിയം ഞാൻ ഈ ഒരു ആവേ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത് ബോറോ ചെയ്യാനുള്ള കാരണം എന്താണ്? ഞാനിത് ഇത്തേറിയം വിൽക്കുന്നില്ല. കാരണം ഇത്തേറിയം ഇപ്പോൾ വിറ്റ് കഴിഞ്ഞ് പറഞ്ഞാൽ അത് നഷ്ടമാണ്. കാരണം ഇതും അടുത്ത വർഷം എന്തായാലും ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ 0.2631 ഇത്തേറിയത്തിൻ്റെ പ്രൈസ് $873 എന്നുണ്ടെങ്കിൽ അടുത്ത വർഷം ഇത് മിനിമം എന്തായാലും ഒരു $3,000 എത്താനുള്ള സാധ്യത എന്തായാലും ഉണ്ട് അല്ല? ഇപ്പോൾ ബിറ്റ് കോയിൻ എന്തായാലും ഒരു $2,00,000 എത്തുന്ന സമയത്ത് ഇത്തേറിയത്തിൻ്റെ പ്രൈസ് അതിനനുസരിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യുകയും ഈ ഇത്തേറിയം ഞാൻ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിലൂടെ ഞാനിത് ഭാവിയിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ആ ഒരു പൊട്ടൻഷ്യൽ ഗെയിന് എനിക്ക് മിസ്സാക്കാൻ ഒരു താല്പര്യമില്ല. സോ ഞാൻ ആവയിലൂടെ പോയതിന് ശേഷം ജസ്റ്റ് സിമ്പിൾ ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യുക. വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ആവേൻ്റെ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡാഷ്ബോർഡ്. അത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും അല്ലേ? സോ ഒരു മാർക്കറ്റിലൂടെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും അസറ്റ് നിങ്ങൾക്ക് ഇവിടെ കൊലാട്രലായിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റും. അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പറ്റും. ഇത്തേറിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ബിറ്റ് കോയിൻ ആണ് എന്നുണ്ടെങ്കിൽ റാപ്പിഡ് ബിറ്റ് കോയിൻ നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. റാപ്പിഡ് ഇത്തേറിയം,
USDC, ടെത്തർ, ആർബിട്രം, ചെയിൻ ലിങ്ക്, ഇത്രയും കോയിനുകൾ നിങ്ങൾക്ക് ഇവിടെ കൊലാട്രലായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇത്തേറിയമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇത്തേറിയം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് APY എന്ന് പറയുന്നത് 1.85% ആണ്. അതേപോലെ തന്നെ ഞാൻ ബോറോ ചെയ്യാൻ പോകുന്നത് ടെത്തറാണ്, USDT ആണ്. സോ USDT ബോറോ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കേണ്ടത് 5.58% ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ആർബിട്രം മാർക്കറ്റിൽ ആദ്യം ഇത്തേറിയം സെലക്ട് ചെയ്തതിന് ശേഷം ഇത്തേറിയം നമുക്കിവിടെ സപ്ലൈ ചെയ്യാം. ഓക്കെ, ആദ്യം ഇത്തേറിയം സപ്ലൈ ചെയ്താലാണ് നമുക്ക് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, സോ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്, എൻ്റെ വാലറ്റിലുള്ളത് എന്താണ്? ഇത്തേറിയം ആണ് അല്ലേ. 0.2631 ഇത്തേറിയം ഉണ്ട്. 873 ആണ് അതിൻ്റെ വാല്യൂ ഉള്ളത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇവിടെ കാണിക്കും അവൈലബിൾ ടു സപ്ലൈ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു $850 ഞാനിവിടെ സപ്ലൈ ചെയ്യുകയാണ്. സോ ഞാനിവിടെ മാക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്തേറിയം അവിടെ മാറ്റി വയ്ക്കാം നമുക്ക്. സോ 0.25 ഇത്തേറിയം നമുക്ക് സപ്ലൈ ചെയ്യാം. സോ സപ്ലൈ ചെയ്യുന്ന സമയത്ത് 1.85% ആണ് എനിക്ക് ഇവിടെ ഇതിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ. സോ ഞാൻ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വാലറ്റിൽ എനിക്ക് ഇത് എഗ്രി ചെയ്യാൻ പറയും, അപ്രൂവ് ചെയ്യാൻ പറയും ട്രാൻസാക്ഷൻ. സോ കൺഫേം. ഓക്കെ, സോ ഞാനിപ്പോൾ എന്താ ചെയ്തത്, എൻ്റെ വാലറ്റിൽ ഉണ്ടായിരുന്ന 0.25 ഇത്തേറിയം ഈ ഒരു ആവേ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തു. ഇപ്പോൾ നോക്കി എൻ്റെ വാലറ്റിലുള്ള ഇത്തേറിയം ഡിഡക്റ്റ് ആവുകയും ബാക്കിയുള്ള ബാലൻസ് $43 ഉണ്ട് അല്ലേ. സോ ഞാനത് ഈ ഒരു ടോക്കൺ എനിക്ക് ആഡ് ചെയ്യാം എൻ്റെ വാലറ്റിൽ. അതായത് ആർബിട്രം ഇത്തേറിയം എന്ന് പറയുന്നതൊന്നുമല്ല, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഒരു റെസീറ്റാണ് ഉള്ളത്. ഇത് നമ്മുടെ വാലറ്റിൽ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ഇത്രയും ഡോളർ ഇതൊരു റെസീറ്റാണ് അല്ലേ. ഇത് നമ്മൾ ഇത്രയും ഡോളറിൻ്റെ വർത്ത് ഓഫ് ഇത്തേറിയം ഈ ഒരു ആവേ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് കിട്ടിയിട്ടുള്ളൊരു റെസീറ്റാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ബോറോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എത്ര ഡോളറാണ്? $833 ഇത്തേറിയം ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്ര ഡോളറിന് വർത്ത് ഓഫ് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ബോറോ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്തേറിയം തന്നെ ബോറോ ചെയ്യാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കിവിടെ പോയിട്ട് USDT ബോറോ ചെയ്യാൻ പറ്റും. ഞാനിവിടെ USDTയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ബോറോ ചെയ്യുകയാണ്. ഓക്കെ, സോ എനിക്ക് $659.21 എനിക്ക് ബോറോ ചെയ്യാൻ പറ്റും. അതായത് അത് എത്ര പെർസെൻറ്റേജ് ആണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 75% LT. അതായത് ഇവിടെ ഇത്തേറിയത്തിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തേറിയം എന്നുള്ള കൊലാട്രലിൻ്റെ എത്ര പെർസെൻറ്റേജ് നമുക്ക് ലോൺ കിട്ടും? 80% ലോൺ കിട്ടും. സോ ഞാനിവിടെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എത്ര എമൗണ്ട് ആണ്? $832 വർത്ത് ഓഫ് ഇത്തേറിയം ആണ് അല്ലേ. സോ 832 × 80 ഡിവൈഡഡ് ബൈ ഏകദേശം $660 എനിക്ക് 80% ബോറോ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ ഇത്തേറിയത്തിൽ തൊട്ട് താഴെ ഇവിടെ ടെത്തറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെത്തർ ഏകദേശം 660 എനിക്ക് ബോറോ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് എത്രയാണ് വേണ്ടത്? എനിക്ക് ആകെ $521 ആണ് ബോറോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു $525 നമുക്ക് ബോറോ ചെയ്യാം. ഓക്കെ, സോ ബോറോ ചെയ്യുന്ന സമയത്ത് ഞാൻ ബോറോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ ഞാനിവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ എൻ്റെ വാലറ്റിലോട്ട് USDT ക്രെഡിറ്റ് ആവും. ഓക്കെ, സോ കൺഫേം കൊടുക്കുന്ന സമയത്ത് ഓക്കെ, സോ USDT വാലറ്റിൽ ഞാൻ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വാലറ്റിൽ USDT ക്രെഡിറ്റ് ആയി അല്ലേ. ഇപ്പോൾ എന്താ ഇവിടെ സംഭവിച്ചത്? ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന $830 ഇത്തേറിയം ഡെപ്പോസിറ്റ് ചെയ്തു, അത് സപ്ലൈ ചെയ്തു. അതിനുശേഷം ഞാൻ $525 വർത്ത് ഓഫ് USDT ബോറോ ചെയ്തു അല്ലേ. സോ നിങ്ങൾക്കിവിടെ ഡാഷ്ബോർഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും യുവർ സപ്ലൈസ്. അതായത് ഈ ഒരു സൈഡിൽ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അസറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കും. 0.25 ഇത്തേറിയമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തത്. അതിൻ്റെ ടോട്ടൽ വാല്യൂ $829 ആണ്. അതിന് കിട്ടുന്നത് 1.85% റിട്ടേൺ ആണ് അല്ലേ, APY. അതേപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ ആ ഒരു കൊലാട്രലിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ബോറോ ചെയ്ത് നമ്മുടെ ലയബിലിറ്റി ലോൺ ഇവിടെ കാണാൻ സാധിക്കും. $525 USDT ആണ് നമ്മൾ ബോറോ ചെയ്തത്. അതിന് നമ്മൾ കൊടുക്കേണ്ടത് 5.58% ആണ് അല്ലേ. നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് 79% ഓഫ് ദ ബോറോയിങ് പവറാണ്.
ഈ 5.58%ഉം 1.85%ൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ നെറ്റ് APY എന്ന് പറയുന്നത്, നമ്മുടെ നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഹെൽത്ത് ഫാക്ടർ എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും. റിസ്ക് ഡീറ്റെയിൽസിൽ ഹെൽത്ത് ഫാക്ടർ 1.32 ഇപ്പോൾ ഉള്ളത്. അത് 1 എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ലിക്വിഡേഷൻ വാല്യൂ ആണ്. കാരണം എന്താണ്, നമ്മുടെ കൊലാട്രലിൻ്റെ വാല്യൂവും നമ്മുടെ ഈ ഒരു ലോൺ എടുത്ത വാല്യൂവും ഈക്വൽ ആവുന്ന സമയത്ത് ലിക്വിഡേറ്റ് ആവുകയും അതൊരു ഹെൽത്ത് ഫാക്ടർ കുറയും ചെയ്യും അല്ലേ. അതായത് ഈ ഹെൽത്ത് ഫാക്ടർ എപ്പോഴാണ് കൂടുക, നമ്മുടെ കയ്യിലുള്ള ഇത്തേറിയം, അതായത് നമ്മൾ ഈ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഇത്തേറിയത്തിൻ്റെ പ്രൈസ് കൂടുകയാണ് എന്നുണ്ടെങ്കിലോ. ഇപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ഒരു $3,300 ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്തൊരു മാസം ഇത്തേറിയത്തിൻ്റെ പ്രൈസ് ഒരു $6,600 ഡബിളായി എന്നുണ്ടെങ്കിലോ നമ്മുടെ ഹെൽത്ത് ഫാക്ടർ കൂടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ കൊലാട്രൽ കൂടുതലുണ്ട്, നമ്മുടെ ബോറോ ചെയ്ത എമൗണ്ട് കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒന്നും കൂടി സേഫ് ആവും. തൊട്ട് താഴെയിലൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് LTV 63.45% ആണ് എന്ന് കാണാൻ സാധിക്കും. അതായത് മാക്സിമം 80% വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റും. 84% ആണ് നമ്മുടെ ലിക്വിഡേഷൻ ത്രെഷോൾഡ്. സോ ഇതൊരു ഇത്തരത്തിൻ്റെ പ്രൈസ് താഴോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു LTV പെർസെൻറ്റേജ് മുകളിലോട്ട് പോവുകയും അത് 84% എത്തുമ്പോൾ ലിക്വിഡേറ്റ് ആവും. അപ്പോൾ നമ്മളിത് ലോൺ എടുത്താലും നമ്മളിത് കോൺസ്റ്റൻ്റ്ലി ഇത് മോണിറ്റർ ചെയ്യണം. അതിപ്പോൾ ഇൻ കേസ് ഇത്തരത്തിൻ്റെ പ്രൈസൊക്കെ താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഇത്തേറിയം ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ഹെൽത്ത് ഫാക്ടറും കാര്യങ്ങളൊക്കെ കൂട്ടി വെക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫ്ലാഷ് ക്രാഷൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ബിറ്റ്കോയിൻ താഴോട്ട് വരുമ്പോൾ ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഇത്തേറിയം താഴോട്ട് വരും. അപ്പോൾ ഈ ഒരു പൊസിഷൻ ചിലപ്പോൾ ലിക്വിഡേറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് കോൺസ്റ്റൻ്റ്ലി മോണിറ്റർ ചെയ്യുക. ഈ ഒരു LTVയും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തതിന് ശേഷം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ ഇത്തേറിയം ഇതിലോട്ട് സപ്ലൈ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞു, ഇത്തേറിയത്തിൻ്റെ പ്രൈസൊക്കെ വലിയ രീതിയിൽ മുകളിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലോണ് കാര്യങ്ങളൊക്കെ ഇവിടെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതല്ല, ഇനിയിപ്പോൾ അടുത്ത മാസം ഇത്തേറിയത്തിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു ലോൺ നിന്ന് ക്ലോസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് $525 നമുക്ക് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്കത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ റീപേ ചെയ്തതിന് ശേഷം നമ്മുടെ വാലറ്റിൽ USDT ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു $525 റീപേ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. ഈ ഒരു 0.25 ഇത്തേറിയം വിഡ്രോ ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇത്തേറിയത്തിൻ്റെ പ്രൈസ് വലിയ രീതിയിൽ മുകളിലോട്ട് പോയി എന്നുണ്ടെങ്കിൽ നമ്മൾ USDT ഒന്നും കൊടുക്കാതെ തന്നെ ഈ USDT ഇതിൽ നിന്ന് തന്നെ ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഇത്തേറിയം നമുക്ക് നമ്മുടെ വാലറ്റിലോട്ട് വിഡ്രോ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഇത്തേറിയം ആണ് എന്നുണ്ടെങ്കിലും മറ്റുള്ള ക്രിപ്റ്റോ കറൻസികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോറോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾ ബുള്ളിഷ് ആയിട്ടുള്ള ലോങ് ടേമിൽ ബുള്ളിഷ് ആയിട്ടുള്ള ക്രിപ്റ്റോ കറൻസികൾ നിങ്ങൾക്ക് വിൽക്കാതെ തന്നെ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ലോൺ എടുക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ നടത്താനൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.